കോമഡി എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ ഫസ്റ്റ് പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചിരിക്കാനുണ്ട്. തിയേറ്ററിൽ ഇരുന്നാലത് മനസ്സിലാവുള്ളൂ. എല്ലാവരുടെയും ചിരിയും കയ്യടിയും എല്ലാം സൂപ്പറായിരുന്നു. തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. നമ്മൾ കഴിഞ്ഞ തവണത്തെ പോലെ ഇട്ടാണ് സുരാജേട്ടൻ ജഗദീശൻ അവർ വലിയ കുറച്ചും കൂടി ഭാര്യയുള്ള കാസ്റ്റൊന്ന് വലിയതായിട്ടുണ്ട് പോകണം. ആ ഒരു പരിപ്പ് അവര് നോർമലി എല്ലാ സിനിമയിലും പോലെ തന്നെ ഇതിലും എന്താ പറയാ, സീരിയസ് അല്ല, മൊത്തം കോമഡിയാണ്. സീരിയസ് കോമഡിയാണ് എന്താ പറയാ. പടം നല്ല തമാശകളും ചിരിക്കാനുണ്ട്. ഒന്നാം ഭാഗം രണ്ടാം ഭാഗം നല്ല സൂപ്പറായിരുന്നു. സൈജു ഗ്രൂപ്പിന്റെ ഫാമിലി ഒരു നല്ല നല്ല പരിപാടി, നല്ല പടം. പെർഫോമൻസ് എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല നല്ല രസമുണ്ട്. ഒരു ഫൺ റൈഡ് ആണ് മൊത്തത്തിൽ. നല്ല കുടുംബത്തിന്റെ ഒരു നല്ല തമാശയും പിന്നെ അതിലൊരു ഇത് ഫസ്റ്റ് ഹാഫൊക്കെ മൊത്തം കോമഡി ആണെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഫുള്ളൊരു ത്രില്ലർ കൈൻഡ് ഓഫ് ഒരു ഡാർക്ക് ത്രില്ലർ മൂവിയാണ്. ഓവറോൾ തിയേറ്ററിൽ പിടിച്ചിരുത്താനുള്ള എല്ലാ എലമെന്റ്സും സിനിമയിലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. പടമാണ്. ജോണർ ഷിഫ്റ്റ് ഒക്കെ നടത്തി അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട് പടം. നൈസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ഒരു വൻ ഇതായിരിക്കും, ഒരു ബെഞ്ച് മാർക്കായിരിക്കും ബോളിവുഡിൽ. പെർഫോമൻസ് എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫോമൻസ് എല്ലാം അടിപൊളിയാണ്. എല്ലാവരുടെയും നല്ല പെർഫോമൻസ് ആണ്. പിന്നെ നല്ലൊരു ഇതിൻ്റെ ഏറ്റവും എനിക്ക് ബേസിക്കായിട്ട് തോന്നിയത് നല്ല സ്ക്രിപ്റ്റ്, അടിപൊളി സ്ക്രിപ്റ്റാണ്. പിന്നെ കോമഡി എല്ലായിടത്തും വർക്കായി, എല്ലാ കോമഡി തന്നെ വർക്കായി. അടിപൊളി. അതായത് ഒരു കോമഡിയും അതിനോടൊപ്പം തന്നെ ഒരു ത്രില്ലറും ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ ഡോക്ടർ സിനിമയില്ലേ തമിഴിൽ, ആ ഒരു വൈബിലുള്ളൊരു മലയാളത്തിലുള്ളൊരു പടം. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. അടിപൊളിയായിരുന്നു. എല്ലാവരും നൈസായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരുടെയും അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. സൈജു ചേട്ടനാണെങ്കിലും എല്ലാം. ആ ഫസ്റ്റ് പാർട്ട് കോമഡി ആയിരുന്നെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ ത്രില്ലറും അതോടൊപ്പം തന്നെ കോമഡിയും കൂടെ ബ്ലെൻഡ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തു. ഓക്കെ, താങ്ക് യു. നല്ലൊരു ബ്ലാക്ക് കോമഡി ചിത്രം കേട്ടോ. ഒരു രസമുണ്ട് കാണാൻ പറ്റിയ സിനിമ. ആദ്യത്തെ സെക്കൻഡ് പാർട്ട് തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട്. ആദ്യം കഥ ഇതുവരെ എന്ന് പറഞ്ഞ പടം കാണിക്കുന്നുണ്ട്. അത് സെക്കൻഡ് തന്നെ സൈജുക്കുറിപ്പ് പിന്നെ ഒരു പുതിയൊരു പയ്യൻ നന്നായിട്ടുണ്ട്. ഒരു സുഭാഷ് എന്ന് പറഞ്ഞൊരു ഒരു പയ്യനെ കാണിക്കുന്നുണ്ട്. പുതിയതായിട്ടൊരു കോമഡിയൊക്കെ ചെയ്യുന്നത്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ബോറൊന്നുമില്ല, കാണാൻ നല്ല ബ്ലാക്ക് കോമഡി പടം. ഒരു ഫൺ റൈഡ് ആണ് മൊത്തത്തിൽ. ഫൺ റൈഡ് ആണ്. നമുക്കൊരു ജയിലറൊക്കെ പോലെയൊക്കെ ഒരു ബ്ലാക്ക് കോമഡി മൂഡ് അതാണ് കാണിക്കുന്നത്. ഇന്റർവ്യൂ കഴിഞ്ഞാൽ അങ്ങനെയാണ് കാണിക്കുന്നത്. കുഴപ്പമില്ല, നല്ല എന്റർടൈനറാണ് പടം. കുഴപ്പമില്ല. അളിയതൊക്കെ മോഹിനിയാട്ടം കണ്ടിറങ്ങിയുള്ളൂ. സൈജു ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ സെക്കൻഡ് പാർട്ട് പടം ഒരു രക്ഷയിലാണ്. അത്രയും നല്ല മൂവി. കോമഡിക്ക് കോമഡി, സസ്പെൻസ് ആണെങ്കിൽ ക്രൈം എല്ലാം കൊണ്ടും പൊളിച്ചതാണ്. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും മസ്റ്റ് വാച്ച് ചെയ്യാറില്ല. ഒരു രക്ഷയില്ല. ഒരു ഫൺ റൈഡാണോ മൊത്തത്തില്? ഒരു ഫൺ റൈഡാണോ പടം? എല്ലാവരും വന്നിട്ടുണ്ട്. പിള്ളേരാണെങ്കിലും എല്ലാവരും അഭിനയിച്ച കൽപ്പനയുടെ ചേച്ചിയായിട്ട് എല്ലാവരും പൊളിയായിരുന്നു. സുരാജേട്ടനൊക്കെ ഉണ്ടല്ലോ, സുരാജേട്ടൻ ഒരു ഹാഫ് ടൈം വരെ ഉള്ളെങ്കിലും ആള് തകർത്ത് തരിപ്പണാക്കിയിട്ടാണ് ഓരോ റോളും കിട്ടണമൊക്കെ നല്ല നല്ല സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അടിപൊളിയുണ്ട്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടാണ്. അപ്പൊ അതുമായിട്ട് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? അതുമായിട്ട് അല്ല, ഇത് വേറെ തന്നെ ഒരു പരിപാടിയാണ്.